സ്വാഗതം. മാധ്യമജാലകം ഈ എപ്പിസോഡിലും അൺമീഡിയേറ്റഡ് എന്ന ഡോക്യു ഫീച്ചറിൻ്റെ തുടർച്ചയാണ്. TK രാജീവ് കുമാർ സംവിധാനം ചെയ്ത അൺമീഡിയേറ്റഡ് എന്ന ഡോക്യു ഫീച്ചറിൻ്റെ മൂന്നാം ഭാഗം അഥവാ അവസാന ഭാഗം തുടർന്ന് കാണാം. বসন্ত ঘন হয়, এসেছে চৈত্র সন্ধ্যা। বসন্ত ঘন হয়, এসেছে চৈত্র সন্ধ্যা। বসন্ত ঘন হয়, এসেছে চৈত্র সন্ধ্যা। বসন্ত ঘন হয়. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും രൂക്ഷമായ ഒരു പ്രശ്നമെന്ന് നമ്മളൊക്കെ ത്രെട്ടൻ ചെയ്ത് നമ്മുടെ എക്സിസ്റ്റൻസിനെ ത്രെട്ടൻ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് സൂബിക് ബേയിൽ നിന്ന്, ഫിലിപ്പീൻസിലെ സൂബിക് ബേയിൽ നിന്ന് നമ്മളിത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ RBI മുഖാന്തരം ഇതിൻ്റെ റെമിറ്റൻസ് നടത്താനൊക്കെ വൈകുന്നു. ഒന്നാമത് RBIയുടെ പെർമിഷൻ വേണം. ഓരോ തവണയും നമ്മൾ ഡോളേഴ്സാണല്ലോ അത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പെർമിറ്റിനെല്ലാം അപ്ലൈ ചെയ്യുക. അതിന് ഓരോ തവണയും ഈച്ച് ടൈം യു ഹവ് ടു അപ്ലൈ. അത് വൈകി വന്നപ്പോൾ ചില ഡിഫോൾട്ട് ഉണ്ടായി, നമ്മുടെ ഇത്തിരി വൈകിപ്പോയി പേയ്മെൻറ്റിൽ. അപ്പോൾ സൂബിക് ബേയിലുള്ള ഇത് നടത്തുന്ന അതിൻ്റെ ഭാരവാഹി ലാരി റിസർവ് എന്നാണ് അങ്ങേരുടെ പേര്, എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങേര് പറഞ്ഞു, നിങ്ങളുടെ ഈ സമയത്തിന് ഇത് വന്നില്ലെങ്കിൽ അത് സിഗ്നൽ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പരമാവധി ശ്രമിച്ചു നോക്കി ആ സമയത്തിൽ അത് എന്താ പറയുക സബ്മിറ്റ് ചെയ്യാൻ. പക്ഷേ നടന്നില്ല. അതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം അങ്ങേരും കുറച്ച് നോട്ടീസൊക്കെ തന്നു. ഒരു ദിവസം പറഞ്ഞു, ടുമോറോ ബൈ 5 PM നിങ്ങളിത് തന്നില്ലെങ്കിൽ വി ആർ ഗോയിങ് ടു ടേൺ ഓഫ് ദി സിഗ്നൽ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്തിനുള്ളിൽ വി കുഡ് നോട്ട് റെമിറ്റ് ദി എമൗണ്ട്. ഞാൻ എൻ്റെ ഓഫീസിലിരിക്കുകയായിരുന്നു. എൻ്റെ വിഭാഗർ ജനറൽ മാനേജർ ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുകയായിരുന്നു. വിഭാഗർ പറഞ്ഞ ആൾ പറഞ്ഞു, ഇപ്പോൾ അത് സ്വിച്ച് ഓഫ് ചെയ്യുന്നതാണ് പറയാൻ പോകുന്നതെന്ന്. സംസാരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, നൗ വാച്ച് യുവർ സ്ക്രീൻ എന്നങ്ങേര് പറയാം ഫോണിൽ. വി ആർ വാച്ചിങ്. pull the plug. പെട്ടെന്ന് only the salt and pepper on the screen. അപ്പോൾ അതൊരു ഇറ്റ്സ് ലൈക്ക് എ ഷോക്ക്, യുനോ. നമ്മുടെ ഒരു ലൈഫ് ലൈൻ കട്ട് ചെയ്യുന്നത് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ആണത്. ആൻഡ് ദാറ്റ് ഈസ് എ ബിഗ് ഷോക്ക്. അത് അതിജീവിക്കാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു എന്ന് വെച്ചാൽ, നമുക്ക് ലക്കിലി നമ്മുടെ ഈ കേബിൾ ശൃംഖല ഉള്ളതുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാംസ് റെക്കോർഡ് ചെയ്തതൊക്കെ എല്ലാ നോഡൽ സ്റ്റേഷൻസിലും നമ്മുടെ കേരളമൊട്ടാകെ വി വർ കണ്ടിന്യൂയിങ് ടു ഷോ ഇറ്റ്. അതുകൊണ്ട് കേരളത്തിൽ ഇത് വലിയ ഡിസ്റപ്ഷൻ ഉണ്ടായെന്ന് ആൾക്കാർക്ക് മനസ്സിലായില്ല. പക്ഷേ കേരളത്തിന് പുറമെ സാറ്റലൈറ്റിലാണല്ലോ അത് വരേണ്ടത്, അവർക്ക് മനസ്സിലായി ഇത് എന്തോ പ്രശ്നമുണ്ടെന്ന്. അത് കുറച്ച് ദിവസങ്ങൾ അത് നീണ്ടു നിന്നു, ഒരാഴ്ചയോളം നീണ്ടു നിന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഇറ്റ്സ് ഓൾമോസ്റ്റ് യു ഡൈ ആൻഡ് കം ബാക്ക് ടു ലൈഫ്, യു ഡൈ ആൻഡ് കം ബാക്ക് ടു ലൈഫ് എന്നുള്ളത് ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ വളരെ പേടി തോന്നും. പക്ഷേ ഐ തിങ്ക് അറ്റ് ദാറ്റ് ടൈം എല്ലാം അതും വെല്ലുവിളിയായിരുന്നു. ബട്ട് വി നെവർ സെഡ്
നോ മോർ. വി നെവർ സെഡ് വി വിൽ നോട്ട് ട്രൈ അഗെയിൻ. ഏതായാലും അതൊക്കെ അതിജീവിച്ചിട്ടെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ പ്രായോഗികമാക്കാൻ പറ്റി. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് ക്വൈറ്റ് എക്സൈറ്റിംഗ്, പയനിയറിങ് ആൻഡ് അഡ്വെഞ്ചറസ് ടൈം. തിരിച്ചു നോക്കുമ്പോൾ എനിക്ക് അതിൻ്റെ വിഷമങ്ങളൊന്നും അങ്ങനെ വിഷമങ്ങളായി തോന്നുന്നില്ല. കാരണം ഇറ്റ് വാസ് എക്സൈറ്റിംഗ്. അന്നുള്ള പ്രശ്നങ്ങളും നമുക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അത് അതിജീവിക്കാൻ പറ്റുമെന്നും നമുക്കന്നറിയില്ല. ബട്ട് ഐ തിങ്ക് വി വർ ഓൾ, കാരണം ഇതിനൊക്കെ ഒരു നവോത്ഥാനത്തിൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു നമ്മൾ ചെയ്യുന്നതൊക്കെ. നമ്മുടെ ഒരു ടീം ഉണ്ടായിരുന്നു. ആൻഡ് വി വർ എക്സൈറ്റഡ് അബൌട്ട് എവറിത്തിങ് വി വർ ഡൂയിങ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ടീം സ്പിരിറ്റ് and that sense of adventure and that sense of commitment, that resoluteness is what saw us through. So now when you look back, do you think it was worth it? സത്യം പറഞ്ഞാൽ ഐ ഡോണ്ട് നോ. ആസ് ആൻ ഇന്നോവേഷൻ അന്ന് നമ്മൾ അത് ചെയ്തതിൻ്റെ ഒരു ഈ മാധവൻകുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഒരു ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം നമ്മൾ, ആൻഡ് സംതിങ് ദാറ്റ് വാസ് ഓൺ ദി എഡ്ജ് ഓഫ് ടെക്നോളജി അറ്റ് ദാറ്റ് ടൈം. അങ്ങനെ ഒരു സാധനം ചെയ്യുന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഐ ഡോണ്ട് നോ വെദർ നമ്മൾ പോന്നു കഴിഞ്ഞ് ആഫ്റ്റർ മീ ഇത് ഫ്ലഡ് എന്ന് പറയുന്ന പോലെയുള്ള സംഭവമൊന്നുമല്ല. പക്ഷേ അതിന് ശേഷം ഇതെങ്ങനെയാണ് പക്ഷേ അപ്പം ഇപ്പോൾ ഏഷ്യാനെറ്റിനെ മാത്രം നമ്മൾ വിമർശിച്ചിട്ട്, ഞാൻ വാർത്തകളുടെ കാര്യമാണ് പറയുന്നത്, എൻ്റെ പൊളിറ്റിക്സാണ് പറയുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ ഏഷ്യാനെറ്റിനെ മാത്രം വിമർശിച്ചിട്ട് കാര്യമില്ല. ഇന്ത്യ ഒട്ടാകെ മീഡിയ ഒരു പ്രത്യേക രീതിയിൽ ഒരു റൈറ്റ് വിങ് സ്വഭാവമായിപ്പോയി. അത് ഇറ്റ്സ് ബീങ് ഷെയർഡ് ഓൾ ഓവർ. അത് എന്ന് മാത്രമേ അങ്ങനെ അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ നമ്മളോട് ഏഷ്യാനെറ്റ് നമ്മളാണ് ചെയ്തതെന്ന് പറയുമ്പോൾ അഭിമാനം ഉണ്ടാവുന്നത്. ഇന്ന് അതിൻ്റെ കൂടെ ചെറിയൊരു കുറ്റബോധം കൂടി അത് ഉണ്ട്. ഐ തിങ്ക് ഇറ്റ് വാസ് ഇന്നവിറ്റബിൾ. മേ ബി നമ്മൾ അവിടെ ഇരുന്നായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആയി പോകുമായിരുന്നു എന്ന് പേടിക്കണം. ഇതിലും നമ്മൾ അതെ. ശശികുമാർ ഏഷ്യാനെറ്റ് വിടുന്നതിൻ്റെ തലേ ദിവസം എന്നെ ടെലിഫോണിൽ വിളിച്ചു. ഞാൻ തിരുവനന്തപുരത്താണ്, അദ്ദേഹം ചെന്നൈയിൽ നിന്ന് ടെലിഫോണിൽ വിളിച്ചു. ഞാൻ നാളെ വിടുകയാണ് എന്ന് പറഞ്ഞു. അത് വിടുന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് നേരത്തെ തന്നെ ഞങ്ങൾക്ക് ചെറിയ അറിവുണ്ടായിരുന്നു. ശശി അത് പറഞ്ഞതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. ശശിയുടെ ക്ഷണപ്രകാരം ഒരു കൺസൾട്ടൻ്റ് എന്ന നിലയിൽ വാർത്താ സംവിധാനം വിഭാഗം സംവിധാനം ചെയ്യുന്നതിൽ സഹായിക്കാമെന്നുള്ള ഒരു വാഗ്ദാനമാണ് ഞാൻ നൽകിയിരുന്നത്. ശശി പോകുന്ന സാഹചര്യത്തിൽ അവിടെ തുടരേണ്ടതുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു. തുടരേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നിയത്. തിരിച്ച് ശശിയെ ടെലിഫോൺ ചെയ്ത് ഞാൻ പറഞ്ഞു, ഞാനും നാളെ വിടുകയാണ്, ഇന്നത്തോടുകൂടി ഏഷ്യാനെറ്റുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് ചെയ്യരുത് എന്ന് ശശി എന്നോട് ആവശ്യപ്പെട്ടു. എല്ലാവരും കൂടി ഒന്നിച്ചു പോയിരുന്നിരുന്നാൽ ഒരു ബ്രേക്ക് വരുന്നു എന്നുള്ള ധാരണയുണ്ടാവും. അങ്ങനെയൊരു ധാരണ പൊതുജനങ്ങൾക്ക് നൽകുന്നത് നല്ലതാവില്ല, സ്ഥാപനത്തിന് നല്ലതാവില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇപ്പോൾ പോകരുത് എന്ന് ശശി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശശി പോയ ശേഷവും ഞാൻ കുറേ കാലം അവിടെ തുടർന്നത്. നഗരം മഹാസാഗരം മഹാസാഗരം കളിയും ചിരിയും കളിയും ചുഴിയും താഴെ മ്യൂസിക്കിൽ എനിക്ക് അന്നും എന്നും വലിയ താല്പര്യമുണ്ട്. ഞാൻ മ്യൂസിക് പഠിച്ചിട്ടുമുണ്ട്. ഒരു 10 കൊല്ലത്ത് കൂടുതൽ പഠിച്ചിട്ടുണ്ട് കർണാട്ടിക് മ്യൂസിക്. എൻ്റെ ഭാഗവതർ വെങ്കട്ടരാമ ഭാഗവതർ മഹാരാജപുരം വിശ്വനാഥ അയ്യരുടെ ശിഷ്യനായിരുന്നു. അങ്ങൊരു കാലത്ത് എന്നെ പഠിപ്പിക്കാൻ വരും. അപ്പോൾ ഞാൻ ഉറങ്ങി പതുക്കെ എനിക്കുള്ളൂ. അപ്പോൾ ഉള്ളിൽ വന്നിട്ട്, അപ്പോൾ സ്ത്രീ വാതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കിടന്നുറങ്ങാമെന്ന് പറയും. അപ്പോൾ ബെഡ്റൂമിൻ്റെ ഡോർ വന്ന് ഉറങ്ങിയതൊക്കെ മതി എണീക്കാൻ പറയും. എണീറ്റിട്ട് പോയി പല്ല് വെച്ചിട്ട് വരാൻ പറയും. എന്നിട്ട് പഠിപ്പിക്കും. അങ്ങനെ കർശനമായി പഠിപ്പിച്ചിട്ട് പിന്നെ എനിക്ക് താല്പര്യമുണ്ട്. മ്യൂസിക്കിനെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ പിന്നെ കാണുന്ന തമ്പുരു, ഇത് ശരിക്കും എനിക്ക് ഇതിനൊരു ഹിസ്റ്റോറിക് തമ്പുരുവാണ്. കാരണം ഇത് സെമ്മങ്കുടി ഭാഗവതർ മഹാരാജപുരം വിശ്വനാഥ അയ്യർക്ക് കൊടുത്ത തമ്പുരുവാണ്.
അത് എൻ്റെ കൈവശം വരാൻ ഒരു കാലഘട്ടത്തിൽ മഹാരാജപുരം മറ്റേ വിശ്വനാഥയുടെ മകൻ സന്താനത്തിന് എന്തോ ഒരു പൈസയുടെ ആവശ്യം വന്നിട്ട് എൻ്റെ ഭാഗവതരോട് പറഞ്ഞു, ഈ തമ്പുരു ആർക്കെങ്കിലും വിൽക്കണം, എനിക്ക് ഇത്തിരി പൈസയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ആ കാലത്ത് 3000 ഉറുപ്പിയിട്ട്, ഞാൻ പറയുന്നത് 70 ലേറ്റ് 70s കാര്യമാണ് പറയുന്നത്. അപ്പോൾ വെങ്കട്ടരാമപാദർ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഐ വാണ്ട് യു ടു ബൈ, നീ ഇത് വാങ്ങിക്കണം എങ്ങനെയെങ്കിലും. എൻ്റെ കയ്യിലും അന്ന് പൈസയൊന്നുമില്ല, ഞാൻ ആരുടെയോ എന്ന് കടം വാങ്ങിച്ചിട്ട് ഇത് വാങ്ങിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു തമ്പുരുവാണ് അത്. എൻ്റെ കഥ അല്ലെങ്കിൽ ഈ തമ്പുരുടെ കഥയും ഇതിൽ വലിയൊരു പ്രസക്തിയുള്ളൊരു ഒരു ബയോഗ്രഫിയാണെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് പറഞ്ഞതാണ്. Hello and welcome to the latest edition of Pop-Up Newsroom, live from the Asian College of Journalism and the Newhouse School of Communications at Syracuse University in New York. ഏഷ്യാനെറ്റിലുള്ളപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ആയിരുന്നു, ഇന്ത്യയിൽ ഒരു ജേർണലിസം സ്കൂൾ വേണമെന്നുള്ളത്. ഇപ്പോൾ ജേർണലിസം സ്കൂൾ എന്ന് പറയുമ്പോൾ പല യൂണിവേഴ്സിറ്റീസിലും കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് ഉണ്ട്, പബ്ലിക് റിലേഷൻസ് ഉണ്ട്, അഡ്വർടൈസിംഗ് ഉണ്ട്. അതല്ല ഉദ്ദേശിക്കുന്നത്. ജെ സ്കൂൾ എന്ന് പറയും വെസ്റ്റിലൊക്കെ, ഇപ്പോൾ കൊളംബിയ സ്കൂൾ ഓഫ് ജേർണലിസം, ദ ജെ സ്കൂൾ, ജേർണലിസം സ്കൂൾസ്. അപ്പോൾ അത് ഞാനും എൻ്റെ സുഹൃത്തും, എൻ്റെ ഉറ്റ സുഹൃത്ത് രാം, എൻ്റെ സീനിയർ ആണെങ്കിലും എൻ്റെ ഒരു മെൻറ്ററുമാണ് രാം. എല്ലാ കാര്യങ്ങളിലും ഞാൻ അനുകരിക്കുന്നത് അല്ലെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് കരുതുന്നത് ജേർണലിസത്തിൽ രാം തന്നെയാണ്. അപ്പോൾ രാമും ഞാനുമായിട്ട് ഇത് പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. രാമിനും അപ്പം നല്ല ഉത്സാഹമായിരുന്നു, നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യണം, ഒരു ജെ സ്കൂൾ തുടങ്ങണം. അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഭാരവാഹിയായി നടത്തിക്കൊണ്ട് പോകുമ്പോൾ എനിക്കത് ചെയ്യാനുള്ളൊരവസരം കിട്ടില്ലായിരുന്നു. 2000 ഞാൻ ഏഷ്യാനെറ്റ് ഡൈവേസ്റ്റ് ചെയ്തപ്പോൾ, എൻ്റെ സ്ട്രൈക്സ് ഡൈവേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇപ്പോഴാണിത് ചെയ്യേണ്ട ഒരു അവസരം. അങ്ങനെയാണ് മീഡിയ ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ എന്നുള്ള ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. ഞാനാണ് എൻ്റെ ഫൗണ്ടർ, ട്രസ്റ്റിയും ചെയർമാനും. രാം ഇസ് അനദർ ട്രസ്റ്റി. എൻ്റെ ഫൗണ്ടേഷൻ ട്രസ്റ്റീസിൽ രാധിക എൻ്റെ ഭാര്യ, ഷീ ഈസ് എ പബ്ലിഷർ ഓഫ് ചിൽഡ്രൻസ് ബുക്സ്, തുലിക പബ്ലിക്കേഷൻസ്. പിന്നെ CP ചന്ദ്രശേഖർ പ്രൊഫസർ, JNU പ്രൊഫസർ. ഞങ്ങൾ 4 പേരുമാണ് ആദ്യത്തെ ട്രസ്റ്റീസ്. ഞാനാണത് ഫൗണ്ട് ചെയ്യുന്നതും. അങ്ങനെയാണ് മീഡിയ ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് രൂപീകരിച്ച് ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം എന്നുള്ളൊരു ഈ സ്ഥാപനം ഞങ്ങൾ അങ്ങനെ ഫൗണ്ട് ചെയ്യുന്നു. Initially, I was very skeptical whether we would be able to do this enormous thing, to run a postgraduate journalism education on the scale that he thought of was unusual. So then he invited us to become trustees to support high quality journalism and offer as its prime objective education at the postgraduate level. അപ്പോൾ ഞാനും രാമും ഈ CP ചന്ദ്രശേഖറും ഒരുമിച്ച് ലോകത്തിലെ ഏറ്റവും നല്ല ജേർണലിസം കോളേജസിന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ കരിക്കുലം എന്താണ്, അവരുടെ ഫിലോസഫി എന്താണെന്ന് മനസ്സിലാക്കാൻ UK-യിലും USA-യിലും വളരെ അറിയപ്പെടുന്ന കോളേജസ് വിസിറ്റ് ചെയ്യുന്നു. കാർഡിഫിലും, മറ്റേ സിറ്റി കോളേജ് ലണ്ടനിലും, വെസ്റ്റ്മിൻസ്റ്ററിലും, അതുപോലെ USA-യിലെ ന്യൂയോർക്ക് കോളേജും, കൊളംബിയ സ്കൂൾ ഓഫ് ജേർണലിസം, ബറൂക്ക് കോളേജ് ഓഫ് ബിസിനസ് ജേർണലിസം. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് അതായത് അവർക്കൊക്കെ ഒരു കൃത്യമായ ഫിലോസഫി ഉണ്ടാവും. അപ്പോൾ 2 കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റിയത്. ഒന്ന്, ദർ ഈസ് ദ വൈ ഓഫ് ജേർണലിസം ആൻഡ് ദർ ഈസ് ദ ഹൗ ടു ഓഫ് ജേർണലിസം. വൈ ഓഫ് ജേർണലിസം എന്ന് പറയുന്നത് എന്തിന് ജേർണലിസത്തെ കൊണ്ട് എന്താ ഉപയോഗം, ഹൗ ടു ഇതെങ്ങനെ ചെയ്യണം, നമ്മൾ ഹൗ ഡു യു ഡു ഇറ്റ് ഓപ്റ്റിമലി. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്യുന്ന ഒരു കരിക്കുലമാണ് വേണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു. അങ്ങനെയാണ് ഈ കരിക്കുലം എല്ലാം മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ കണ്ടീഷൻസിലേക്ക് ഒരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ACJ അല്ലെങ്കിൽ ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസത്തിൻ്റെ കരിക്കുലം ഉണ്ടാക്കുന്നത്. കരിക്കുലത്തിൽ 2 കാര്യങ്ങൾ എപ്പോഴും ഞങ്ങൾ വളരെ ശ്രദ്ധപൂർവ്വം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ഒന്ന്, എത്തിക്സ് ഓഫ് ജേർണലിസം. ഇന്ന് പ്രത്യേകിച്ചും ഫേക്ക് ന്യൂസിൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയേണ്ട കാര്യമില്ല. രണ്ടാമത്, ഹാവിങ് എ സെൻസ് ഓഫ് ദി അതർ. അതായത് ഇന്ത്യയിലെ റൂറൽ കമ്മ്യൂണിറ്റീസ്, റൂറൽ ഇന്ത്യയിലെ ആൾക്കാരുടെ വാട്ട് ഇസ് ദ സിറ്റുവേഷൻ ദാറ്റ് ദേ ആർ ഇൻ ആൻഡ് ഹൗ ഡു ദേ ലിവ് ദെയർ ലൈഫ്സ്. അത് പലപ്പോഴും നമ്മുടെ വാർത്താമാധ്യമങ്ങൾ, മുഖ്യധാര വാർത്താമാധ്യമങ്ങൾ വളരെ ദുർലഭം അതിനെപ്പറ്റി നമുക്ക് കാണാനോ വായിക്കാനോ കേൾക്കാനോ പറ്റുന്നുള്ളൂ. അതിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്ന ഒരു ജേർണലിസമായിട്ടാണ് നമ്മുടെ കരിക്കുലം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വി ഹാവ് ബീൻ ഏബിൾ ടു മെയിൻറ്റെയിൻ ഇറ്റ് ഓവർ ദ ലാസ്റ്റ് 18 to 19 years എന്നുള്ളത് ഈസ് എ മാറ്റർ ഓഫ് സം പ്രൈഡ് ആൻഡ് അക്കോംപ്ലിഷ്മെൻറ്റ് ഫോർ ഓൾ ഓഫ് അസ്. ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസത്തിൻ്റെ വേറെ 2 പ്രത്യേകതകൾ പറഞ്ഞു തീരും. ഒന്ന്, ഞങ്ങൾക്ക് ഉള്ള സ്കോളർഷിപ്സ് റെജീം. ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 20 to 25% സ്കോളർഷിപ്സ് ഉണ്ട്. അതിൽ പലതും ഇന്ത്യൻ സ്കോളർഷിപ്സാണ്. ഡലിറ്റ്സിന്
ദളിത് സ്കോളർഷിപ്സ് എന്നൊരു സെപ്പറേറ്റ് വിഭാഗമുണ്ട്. അതിലൊക്കെ ഉപരി ഇന്ത്യക്ക് പുറമെ സൗത്ത് ഏഷ്യൻ കൺട്രീസ്, നമ്മൾ സാർക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന കൺട്രീസിൽ അഫ്ഗാനിസ്ഥാൻ, ബാംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക, മാൽഡീവ്സ് ഇങ്ങനെയുള്ള ഈ രാജ്യങ്ങളിൽ നിന്നും 2-3 കാൻഡിഡേറ്റ്സിന് ഓരോ വർഷവും വരാനുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. അതാണ് ഈ സൗത്ത് ഏഷ്യ ഫൗണ്ടേഷൻ സ്കോളർഷിപ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് സ്ഥാപിച്ചിരിക്കുന്നതാണ് അംബാസിഡർ മദൻജിത് സിംഗ്. അദ്ദേഹം യുനെസ്കോ ഗുഡ് വിൽ അംബാസിഡർ ആയിരുന്നു. അദ്ദേഹം ഒരുപാട് സംഖ്യ അതിന് വേണ്ടി എൻഡോവ് ചെയ്തിട്ടുണ്ട്, ഒരു വലിയ കോർപ്പസ് എൻഡോവ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും എല്ലാ വർഷവും 12-15 കുട്ടികൾക്ക് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ ഇതൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സാണ്. രണ്ടാമത്തെ വിശേഷം, ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 100% പ്ലേസ്മെൻറ്റ്സ് ലഭിക്കുന്നുണ്ട് എല്ലാ കൊല്ലവും. തുടക്കത്തിലൊക്കെ സത്യം പറഞ്ഞാൽ 200 or 300% പ്ലേസ്മെൻറ്റ്സ് പറയാം. കാരണം എല്ലാ കാൻഡിഡേറ്റ്സും, എല്ലാ കുട്ടികൾക്കും ദോസ് ഹു പാസ്ഡ് ഔട്ട് ഗെറ്റ് ഓഫർ ഓഫ് 2 or 3 ജോബ്സ്. സിനിമയായിട്ടുള്ള എൻ്റെ ബന്ധം ഞാൻ പറഞ്ഞ പോലെ എഴുത്തിലും സിനിമ കണ്ടും ഒക്കെയാണ് തുടങ്ങിയതെങ്കിലും 1970-കളുടെ അവസാനങ്ങളിൽ ഒരു സിനിമയിൽ നായകനായിട്ട് തന്നെ അഭിനയിക്കാനുള്ളൊരു അവസരം ഉണ്ടായി. അതെൻ്റെ ഫ്രണ്ട് ചിന്താ രവീന്ദ്രൻ ഉണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടം ഇനിയും മരിച്ചിട്ടില്ലാത്ത നമ്മൾ എന്ന പടം മലയാളത്തിൽ. പിന്നെ ഒരുപാട് ഫ്ലാഷ് ഫോർവേഡ് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്കാണ് പിന്നെ മമ്മൂട്ടി നിർബന്ധിച്ചിട്ട് എനിക്ക് ഒരു നടനായിട്ട് വീണ്ടും മലയാളത്തിൽ വരേണ്ട ഒരു സാഹചര്യം വന്നത്. അതൊരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണെങ്കിലും അത് ശ്രദ്ധിക്കപ്പെട്ടു ആൾക്കാർ. ലൗഡ് സ്പീക്കർ എന്ന പടത്തിൽ മമ്മൂട്ടിയുടെ കൂടെ ഒരു മേനോൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ട്. പണം വാങ്ങാണ്ട് പോവാൻ നീ എൻ്റെ ആരാ? ഓ ആരാണെന്ന് എനിക്കെന്നെ തോന്നിയ ഞാൻ ചെയ്യും. ആഹാ, ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന് വിചാരിച്ചോ? ഇനി നീ ആ കടത്തിനെ കിടക്കണത് എനിക്കൊന്ന് കാണണം. ഞാൻ ആ സ്ഥലം വാങ്ങിക്കാൻ പോവാ. ഏത് സ്ഥലം? എന്റെ അപ്പന്റെ സ്ഥലം. എന്റെ അപ്പനെ പറഞ്ഞുണ്ടല്ലോ. പറഞ്ഞ എന്ത് ചെയ്യും? പറഞ്ഞാൽ ഞാൻ കൊല്ലും. ഇങ്ങനെ 1984 സിഖുകൾക്ക് എതിരെ നടന്ന റയറ്റ്സ് ഡൽഹിയിലും ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലും. അപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം കിടപ്പുണ്ട്. അപ്പോഴാണ് ഞാൻ NS മാധവൻ്റെ വെൺമരങ്ങൾ വീഴുന്നു എന്നുള്ള നീണ്ട കഥ വായിക്കുന്നത്. പക്ഷേ അത് സിനിമയാക്കാനൊന്നും എൻ്റെ മനസ്സിലൊന്നില്ല. പക്ഷേ 2002 വീണ്ടും ഗുജറാത്തിൽ കലാപം നടക്കുമ്പോൾ മുസ്ലിംസിനെതിരെ ഇത് രണ്ടും കൂടി യോജിച്ച് എന്തോ ഒരു സം കെമിസ്ട്രി ക്ലിക്ഡ്. അങ്ങനെയാണ് ഒരു സിനിമ എനിക്ക് അവസാനം ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയത്. ആ സിനിമ നന്നായി പോയി. കുറച്ച് എന്താ പറയുക, ഫെസ്റ്റിവൽസിലൊക്കെ പോയി. എനിക്ക് G. അരവിന്ദൻ്റെ അവാർഡ് കിട്ടി, ഫസ്റ്റ് ഡെബ്യൂട്ടാൻ ഫിൽം മേക്കറിൻ്റെ അവാർഡ് കിട്ടി. അങ്ങനെ കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടായി. ദാറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഐ തിങ്ക് ഇറ്റ് വാസ് എ യൂസ്ഫുൾ എക്സ്പീരിയൻസ്. അതിലൊരു ഇൻസൈറ്റ് കിട്ടി എനിക്ക് സിനിമയെ പറ്റിയുള്ളത്. ഈ പുതിയ സംരംഭം ഏഷ്യവിൽ ഇൻ്ററാക്റ്റീവ് എന്നുള്ളത് മൾട്ടിമീഡിയ ഡിജിറ്റൽ ഇൻ്ററാക്റ്റീവ് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി പുതിയ തലമുറയ്ക്ക് മില്ലിനിയൽ ജനറേഷന് വേണ്ടിയിട്ടുള്ളൊരു ജേർണലിസം റീഇമാജിൻഡ് ആൻഡ് റീഡിഫൈൻഡ് എന്നാണ് നമ്മളത് വിശേഷിപ്പിക്കുന്നത്. ഈ പുതിയ തലമുറയ്ക്ക് ടെലിവിഷനും പത്രമാധ്യമവും ഒന്നും താല്പര്യമില്ല എന്നുള്ളത് വളരെ ഓബ്വിയസ് ആണ്. അവരെല്ലാം കാണുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലാണ്. About 70 to 80% of their consumption of information and news is on the mobile phone. Mobile screen, mobile phone, mobile audio, mobile text. അപ്പോൾ ആ തലമുറയ്ക്ക് എന്ന് വെച്ചാൽ ഒരു 18 to 40 അല്ലെങ്കിൽ 45 ഏജ് ഗ്രൂപ്പ്, ആ തലമുറയ്ക്ക്
ഉള്ളൊരു ടാർഗറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയെ മനസ്സിൽ വച്ചിട്ടാണ് നമ്മൾ ഏഷ്യ വെരി ഇൻറ്ററാക്റ്റീവ് രൂപീകരിച്ചിരിക്കുന്നത്. This is a new venture in which Tuhin Menon is the CEO, and we have some investors who are supporting us, and we have to wait and see how it goes forward. രാജ്യത്തിൻ്റെ പൊതുവായ സാഹചര്യത്തിൽ നിന്ന് തീർത്തും വിഭിന്നമായ നില തന്നെയാണ് കേരളത്തിലുള്ളത്. കേരളത്തിൻ്റേതായ പ്രത്യേകതകളൊരു കാരണം തന്നെയാണ്. നമ്മുടെ നവോത്ഥാനത്തെ തുടർന്ന് കേരളീയ സമൂഹം വളർന്നു വന്നത് ദേശീയ പ്രസ്ഥാനം വഹിച്ച പങ്ക്, തുടർന്ന് കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക്, ഇതിൻ്റെ എല്ലാം ഭാഗമായി രൂപം കൊണ്ട സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. It's something that Mr. Shashi Kumar has been driving from the beginning, and I've had the opportunity now to work very closely with him, and it really has been a educative experience for me as well, to see how sort of he goes about his day-to-day work and how seriously he sort of takes it. So that really has, I think, for me, been a great learning experience, because otherwise I've only kind of, growing up, seen and heard things about him, usually narrated by others or read or seen in other places. But to actually sort of watch that up close has been a great experience, and I think it adds a lot of value, frankly, to what we're doing. So I really hope that we continue to work together on this, and that Asia will goes from strength to strength. இலங்கையில் ஓடுது, எந்த தவறும் செய்யாத சிறு குழந்தைகள் சாகுது. ஒரு மனிதனை அழிப்பது மிருக செயலை விட கொடுமையானது. இலங்கையில் அகோர செயல் நடக்கிறது. Yeah, the transitions, particularly after AsiaNet, even after PTI TV, was not easy. One, they were very new initiatives in that area. So there were a lot of challenges. I mean, everyone who came later, I think, had it easier. There are too many pressures on the media, attacks. India's ranking globally for press freedom is extremely poor. There are issues that need to be resolved. So on all these things, I think fresh thinking is required. And Shashi Kumar is very much part of this conversation. തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ വീക്ഷണമുണ്ട്. അത് ഒരു ഇടത് വീക്ഷണമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ പ്രൊഫഷണൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി പ്രവർത്തിച്ച ഒരു മാധ്യമപ്രവർത്തകനായിട്ടാണ് ശശികുമാറിനെ ഞാൻ കാണുന്നത്. പരാജയങ്ങളും തിരിച്ചടികളും കിട്ടുമ്പം അതിനെ ഓവർകം ചെയ്ത് പിറ്റേന്ന് വീണ്ടും ചാടിപ്പടഞ്ഞ് എണീറ്റ് മുന്നോട്ട് പോകാനും ഒക്കെ ഉള്ളൊരു ശേഷിയുണ്ടല്ലോ. അവിടെയാണ് അതായിരുന്നു ശശിക്കുണ്ടായിരുന്നതും. ഞങ്ങളൊക്കെ അതിൻ്റെ കൂടെ നിന്ന് ഞങ്ങളാലാവും വിധം അതിനെ അങ്ങനെ പരിപോഷിപ്പിച്ച് കൊണ്ടുവന്നു. അതുപോലെ ഒരു വിഷണറിയാണ് ശശി. അത് ഇന്നും അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നവളാണ് ആ യാത്ര. അത് എനിക്ക് തോന്നുന്നു ഇനിയും മുമ്പോട്ട് ഇനിയും പലത് കാണാനിരിക്കുന്നു. If you say democracy in one breath, you must be able to say freedom of speech in the next breath. Now it looks like the next breath is already being suffocated, and this is auguring very evil days or very bad days ahead for democracy. And the entire nation, I think, is exercised by this. Journalists are exercised by this. Thank you, Chairperson Geeta, Sainath, Nikhil. Friends, I don't agree with Nikhil that we have no freedom of speech. We have freedom of speech. We don't have freedom after speech. I would love to, from the response I got for that, I'd love to claim that as my own, but it's Kali Nariman who said this, quoting a judge in Singapore.
We are, I think, at a defining moment now in this country, not just in terms of our democracy, which is of course at the crossroads, but also, and that is very dangerous, very distressing for somebody who's been in the media for so many decades, we are also at a defining moment in terms of our media. There are forces acting on the media which are bad enough, and then there are the sins of commission and omission of the media, which we should be ashamed of. The media in this country are different from many other media. If you look around us, we have democracies. We have qualified democracies in Singapore, in Malaysia, in Indonesia, in Pakistan, all over the place. But they are qualified democracies. They are democracies which are stunted in some one form or the other. এসেছে চৈত্র সন্ধ্যা বসন্ত ঘন হয় এসেছে চৈত্র সন্ধ্যা മാധ്യമജാലകത്തിന്റെ ഈ എപ്പിസോഡ് തീരുന്നു. കേരള മീഡിയ അക്കാദമി നിർമ്മിച്ച അൺമീഡിയേറ്റഡ് എന്ന ചിത്രത്തിന്റെ പ്രക്ഷേപണവും അവസാനിക്കുന്നു. ഇതിന്റെ പൂർണ്ണരൂപം യൂട്യൂബിൽ ലഭിക്കും. അപ്പോൾ അടുത്തയാഴ്ച വീണ്ടും കാണാം.